ഹായ് നമസ്കാരം. ഇത് എൻ്റെ ഒരു ചെറിയ പാഷൻ ഫ്രൂട്ട് ചെടിയാണ്. കടയിൽ നിന്ന് വാങ്ങിയ പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്ത് ഉപയോഗിച്ച് നട്ടതാണ് ഈ ചെടി. നന്നായി കായ്ച്ചിട്ടുണ്ട്. മുള്ളിലോട്ടെല്ലാം ഉണ്ട്. നെറ്റ് കെട്ടത് ശരിയാകാത്തതുകൊണ്ടാണ് കാണാത്തത്. ശരിക്കും നെറ്റ് കെട്ടിയത് അറിയാത്ത ഒരാളായതുകൊണ്ട് എല്ലാം പന്തലെല്ലാം പൊട്ടി തകരാനായി. വിത്ത് നല്ലതുപോലെ കഴുകി വെണ്ണീർ ചേർത്ത് ഉണക്കി പാകിയതാണ് ഈ ചെടി. ഈ തടത്തിലായിരുന്നു ഞാൻ വിത്ത് പാകിയത്. അതിൽ നിന്ന് 3 തൈ ഇവിടെ നിർത്തി ബാക്കിയെല്ലാം പിഴുതു മാറ്റി. അതിനുശേഷം ഈ തടത്തിൽ നിർത്തിയ 3 തൈകൾക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് വെണ്ണീർ, കുറച്ച് കൂടുതൽ ജൈവവളം, ഞാനിവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് നൽകിയത്. അത് നല്ലപോലെ കിളച്ച്, തടം ആദ്യത്തെ പ്രാവശ്യം കിളച്ചിരുന്നു. കിളച്ച് ഈ വളമെല്ലാം മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തൊരു തടം പോലെ ആക്കി കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഉണക്കലരി ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് ഇതിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോലും ജൈവവളമെല്ലാം ചേർത്ത് കൊടുത്തു എന്നല്ലാതെ മണ്ണിളക്കി കൊടുക്കാറില്ല. മണ്ണ് ഇതിൻ്റെ മേലെ കുറച്ച് വേറെ നിൽക്കുന്ന എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി ഇടും. തടം മാതിരി ഇട്ട് കൊടുക്കും. ഈ പച്ചിലയും ഉണക്കലിയൊന്നും ധാരാളം ഇടുന്നതുകൊണ്ട് വേര് ധാരാളം മുകളിലോട്ടെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടകളച്ച് പിന്നെ കൊടുക്കാതിരുന്നത്. പിന്നെ ഇതിന് രാസവളം ഉപയോഗിച്ചിട്ടേ ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ ശീമക്കൊന്ന, വേപ്പിൻ്റെ ഇലയെല്ലാം ഉണ്ടെങ്കിൽ വേപ്പും പിണ്ണാക്കും തന്നെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ വേനൽക്കാലത്ത് ആഴ്ചയിൽ 2 ദിവസം ഞാൻ നന്നായിട്ട് നനച്ച് കൊടുക്കും. നല്ലോണം പൊതിയിട്ടുകൊണ്ട് ചൂടങ്ങനെ ഏൽക്കാറില്ല. പിന്നെ പൂക്കാൻ സമയത്ത് വെണ്ണീർ കുറച്ച് കൂടുതലും ജൈവവളവും നന്നായിട്ട് കുറച്ച് ദൂരോട്ട് ചുവട്ടുനിന്ന് കുറേ വിട്ടിട്ട് അകലെ ഇതിൻ്റെ വേര് കുറേ ദൂരോളം പോയിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ തോലിട്ട് കൊടുക്കലുണ്ട്. കാര്യമായ പരിചരണമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തോല് ഇവിടെ ധാരാളം ഉള്ളത് കൊണ്ടാണ് രാസവളത്തിൻ്റെ ആവശ്യമില്ലാതിരുന്നത്. പൂക്കുന്ന സമയത്ത് വെണ്ണീറിട്ടാൽ ജൈവവളവും തോലും മാത്രം മതി. ഈ ശീമക്കൊന്ന നല്ല രാസവളത്തിൻ്റെ ഗുണം ചെയ്യുമല്ലോ. പെട്ടെന്ന് ദ്രവിച്ച് വെള്ളാവും. 3-ാമത്തെ ദിവസം തന്നെ ഉണ്ടാവും ഈ ശീമക്കൊന്നേൻ്റെ ഇല അലിഞ്ഞിട്ട്. പിന്നെ വേപ്പിൻ്റെ ഇലയും കുറേശ്ശെ ഇട്ട് കൊടുക്കലുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ വേപ്പിൻ്റെ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കീടനാശിനി അങ്ങനത്തേനൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ പന്തലിൻ്റെ ഒറ്റ മോശം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ആയിപ്പോയി. പന്തലിടുന്നത് നല്ല വൃത്തിയിൽ ഇട്ട് കൊടുക്കണം. ഒരു ചെടി മാത്രം മതി. ഇത് 3 ചെടിയായിട്ട് ഇലകളെല്ലാം കുറേ കൂടുതൽ. മഴ കാരണമാണ്. പൂവിൻ്റെ ഇതൊന്നും കാണാൻ നന്നായിട്ട് പൂക്കുന്നുണ്ട്. കായകളെല്ലാം വേറെ 2 ദിക്കിലും നട്ടിന്. അതിന് തീരെ പന്തലിട്ട് കൊടുത്തിട്ടില്ല. ആ കാറ്റിനാണ്, ആദ്യത്തെ കാറ്റിനായിരുന്നു എൻ്റെ പന്തലെല്ലാം പോയത്. നമ്മളെ കോവലും കാറ്റിനെല്ലാം പോയി. പന്തലിൻ്റെ തൂണ് ദ്രവിച്ചു പോയിരുന്നു. പഴയ മരം അന്ന് തൂണാക്കിയത്. ഒരു ബംഗാളി ആയിരുന്നു പന്തലിട്ടത്. ഈ വയലറ്റ് പാഷൻ ഫ്രൂട്ടായിരുന്നു. ഇതിനൊരു ചെറിയ പന്തലിട്ടിനായിരുന്നു. അത് സാധാരണ കയറ്, അതും പൊട്ടി. പൂക്കാൻ നോക്കുന്നുണ്ട്. ഇതിനൊന്നും വളമൊന്നും ചെയ്തിട്ടേ ഇല്ല. നമ്മളെ മുളക് ചെടിക്കും കാറ്റ് തട്ടി. എല്ലാം കാറ്റ് തട്ടിയിട്ട്
വേറൊരു പാഷൻ ഫ്രൂട്ട് വേണ്ടോ, ഒരു തേക്കിൻ്റെ മേലെയെല്ലാം. ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് നട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയും നല്ല വെയിൽ കൊള്ളുന്നൊരു മുറ്റവും നല്ലൊരു പന്തലും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് നമ്മുടെ ആവശ്യം മാത്രമല്ല, ഞങ്ങൾക്ക് വിൽക്കാൻ മാത്രം പാഷൻ ഫ്രൂട്ട് കിട്ടും. അല്ലാണ്ട് കുറേ ഇങ്ങനെ നട്ടിട്ട് ഒരു കാര്യമില്ല. നല്ല പരിചയമുള്ള ഒരാളെ കൊണ്ട് നല്ല പന്തൽ പിടിപ്പിച്ചാൽ നല്ല, അല്ലെങ്കിൽ ഇതുപോലെ കാര്യമായ പരിചരണമെല്ലാം കൊടുത്ത് ഈ ഒരു ചെടി വളർത്തിയാൽ ഇഷ്ടം പോലെ കിട്ടും. എൻ്റെ പന്തലിട്ട ആൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എൻ്റെ പന്തലെല്ലാം പൊട്ടിപ്പോയി. ഞങ്ങൾക്കിവിടെ പരിചയമുള്ള പണിക്കാരെല്ലാം കിട്ടാൻ ഭയങ്കര വിഷമാണ്. ഒരു ദിവസം ഒരു ഹിന്ദിക്കാരനോട് തെങ്ങിൻ്റെ ചുവട്ടിൽ മണ്ണിടാൻ വേണ്ടിയിട്ട്, ഒരു വിയറ്റ്നാം എർലിൻ്റെ പ്ലാവായി നല്ല ഉഷാറുള്ളതായിരുന്നു. അവൻ മണ്ണ് തകച്ചും കൊണ്ടിട്ടത് ഇതിൻ്റെ മേലിട്ട്, അത് പിന്നെ കോരിക്കളഞ്ഞില്ല. അങ്ങനെയല്ലാന്ന അവസ്ഥ. നമ്മുടെ 2 വയസ്സായ കവുങ്ങാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ.